ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. യുവജനങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയായ വോട്ടവകാശത്തിന്റെ പ്രാധാന്യം ശക്തമായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയും ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച എൻ്റെ വോട്ട് എൻ്റെ ശക്തി സംസ്ഥാനതല വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മാനവീയം വീഥിയിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം പ്രിൻസിപ്പാൾ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് നസീറ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജിയുമായ എസ് ഷംനാഥ്, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എൻ്റെ വോട്ട് എൻ്റെ ശക്തി ക്യാമ്പയിനിന്റെ ഭാഗമായി ലോ കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഫ്ലാഷ് മോബ്, അഭിഭാഷകരുടെ ബോധവൽക്കരണ ക്ലാസുകൾ, പുതുതായി എൻറോൾ ചെയ്ത വോട്ടർമാരുമായുള്ള സംവാദം, വോട്ടവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നോത്തരികൾ, ജില്ലാ ഭരണകൂടവും പോലീസും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ MC റജിൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 700-ലധികം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയിച്ചവരാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചത്. കളരിയിലെ മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുംകൈ പയറ്റിനങ്ങളിൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. വോട്ടിംഗ് പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിശാഗന്ധിയിൽ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈമും എൻ്റെ വോട്ട് എൻ്റെ അഭിമാനം എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള സുനിൽ പട്ടിമറ്റത്തിന്റെ പപ്പറ്റ് ഷോയും പൊതുജനങ്ങൾക്ക് കൗതുകമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് വോട്ടവകാശ ബോധവൽക്കരണം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി തിരുവനന്തപുരം കളക്ടറേറ്റിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അതത് മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറി. കളക്ടറേറ്റിലെ സ്ട്രോങ് റൂമിൽ ആദ്യ മെഷീൻ വർക്കല റിട്ടേണിംഗ് ഓഫീസർ കബനി സിക്ക് കൈമാറി. ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും ജില്ലാ കളക്ടറുമായ അനുകുമാരി EVM വിതരണം ഉദ്ഘാടനം ചെയ്തു. 14 മണ്ഡലങ്ങളിലും സജ്ജമാക്കിയിട്ടുള്ള താൽക്കാലിക സ്ട്രോങ് റൂമുകളിലേക്കാണ് EVMകൾ മാറ്റിയത്. രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ ഈ മാസം 31-ന് അതത് മണ്ഡലങ്ങളിൽ നടക്കും. സ്ഥാനാർത്ഥികൾ, അവരുടെ പ്രതിനിധികൾ, പൊതുനിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റാൻഡമൈസേഷൻ നടപടികൾ പൂർത്തിയാക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകളുടെ ആദ്യ പരിശോധന ആരംഭിച്ചു. ഈ മാസം 31 വരെയാണ് പരിശോധന. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര എന്നീ നിയോജക മണ്ഡലങ്ങളുടെ പരിശോധന ഈ മാസം 28-നും നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, വർക്കല നിയോജക മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകളുടെ പരിശോധന ഇന്നും നടന്നു. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ പരിശോധന നാളെ രാവിലെ 11 മണിക്കും ചിറയിൻകീഴ് മണ്ഡലത്തിലേത് 31-ന് രാവിലെ 11-നും സംഘടിപ്പിക്കും. തിരുവനന്തപുരം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്ര നിരീക്ഷകരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം തിരുവനന്തപുരത്ത് നടന്നു. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടറുമായ അനുകുമാരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട ചട്ടങ്ങൾ യോഗത്തിൽ കളക്ടർ അവതരിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.